നമസ്കാരം. ആറ്റിങ്ങലിലെ ലോഡ്ജ് മുറിയിൽ യുവതിയുടെ കൊലപാതകത്തിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പിടിയിലായി. ജോബിൻ ജോർജിനെ കോഴിക്കോട് നിന്നാണ് ആറ്റിങ്ങൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ ലോഡ്ജിലെ ജീവനക്കാരനാണ് ഇയാൾ. CCTV ദൃശ്യങ്ങൾ പിന്തുടർന്നാണ് ജോബി കണ്ടെത്തിയതെന്നാണ് ആറ്റിങ്ങൽ CI അജയൻ പറഞ്ഞത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ജോബി ബസ് സ്റ്റാൻഡിലെത്തി കായംകുളത്തേക്ക് പോയതായി കണ്ടെത്തി. തുടർന്ന് കായംകുളത്തെത്തി കൂടുതൽ തിരച്ചിൽ നടത്തിയപ്പോഴാണ് ഇയാൾ കോഴിക്കോട്ടേക്ക് കടന്നതായി അറിഞ്ഞത്. പിന്നാലെ പോലീസ് സംഘം പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. വടകര സ്വദേശി അസ്മിനെയും ജോബിയും തമ്മിൽ 2-3 മാസമായി അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ആസ്മിന 2 കുട്ടികളുടെ അമ്മയാണ്. കായംകുളത്ത് ഒരുമിച്ച് ജോലി ചെയ്തിരുന്നപ്പോഴാണ് ഇവർ തമ്മിൽ അടുപ്പത്തിലായത്. കഴിഞ്ഞ ദിവസം ജോബി ജോലി ചെയ്യുന്ന ആറ്റിങ്ങലിലെ ലോഡ്ജിലേക്ക് ഇവരെ കൊണ്ടുവരികയായിരുന്നു. രാത്രി മദ്യപിച്ചതിനു ശേഷം ഇവർ തമ്മിൽ വഴക്കുണ്ടാകുകയും തുടർന്ന് ജോബി ഇവരെ കുപ്പികൊണ്ട് കുത്തിക്കൊല്ലുകയുമായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഒരാഴ്ച മുൻപാണ് ജോബി ഈ ലോഡ്ജിലേക്ക് ജോലിക്കായി എത്തിയത്. ചൊവ്വാഴ്ച രാത്രിയാണ് അസ്മിനെ ഭാര്യയെന്ന് പരിചയപ്പെടുത്തി ജോബി ലോഡ്ജിൽ കൊണ്ടുവന്നത്. ഇയാൾ രാത്രി 1:30 യുവതിയുള്ള മുറിയിലേക്ക് പോയതായി മറ്റു ജീവനക്കാർ പോലീസിന് മൊഴി നൽകി. വൈകിട്ട് ജോബിയെ കാണാൻ മറ്റൊരാൾ ലോഡ്ജിൽ എത്തിയിരുന്നു. ബുധനാഴ്ച രാവിലെ ഇരുവരെയും പുറത്ത് കാണാത്തതിനെ തുടർന്ന് ജീവനക്കാർ പരിശോധിച്ചുവെങ്കിലും മുറി തുറക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വാതിൽ തള്ളി തുറന്ന് അകത്ത് കടന്നപ്പോഴാണ് അസ്മിനയുടെ മൃതദേഹം കണ്ടത്. മുറിയിൽ പിടിവലി നടന്നതിന്റെ സൂചനകളുമുണ്ടായിരുന്നു. ബിയർ കുപ്പി പൊട്ടിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെ ജോബി ലോഡ്ജിൽ നിന്ന് പുറത്തു പോകുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അസ്മിനയുടെ ശരീരം ആകെ കുപ്പി കൊണ്ട് കുത്തിയ നിലയിൽ പാടുകൾ കണ്ടതോടെയാണ് മരണം കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചത്. അസ്മിനയുടെ തലയിലും മുറിവുണ്ട്. ശരീരം ആകെ കുപ്പി കൊണ്ട് കുത്തിയ പാടുകൾ കണ്ടെത്തിയതോടെ കൊലപാതകമാണെന്നും പ്രതിക്കാനുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിക്കുകയായിരുന്നു. ഒരാഴ്ച മുൻപാണ് ഇതേ ലോഡ്ജിൽ ജീവനക്കാരനായി ഈ കായംകുളം സ്വദേശിയായ ജോബി ജോർജ് എത്തിയത്. തുടർന്നാണ് തന്റെ ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് അസ്മിനയ്ക്ക് ഇവിടെ ഒരു മുറിയെടുത്തത്. തുടർന്ന് ഈ ജോബിയെ കാണാനായി മറ്റൊരാൾ ഈ ലോഡ്ജിലേക്ക് എത്തുന്നു. പിന്നീട് രാവിലെ ജോബിയും ആ വ്യക്തിയെയും കാണാത്തതിനെ തുടർന്ന് മുറി തുറന്നു നോക്കിയപ്പോഴാണ് കട്ടലിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജോബി പുലർച്ചെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളും നിർണായകമായി. തിരിച്ചറിയൽ രേഖകൾ ഒന്നുമില്ലാതെയാണ് ജോബി ഈ ഹോട്ടലിൽ ജോലിക്കായി പ്രവേശിച്ചത്. ജോബിക്കായി പിന്നീട് പോലീസ് തിരച്ചിൽ ഊർജിതമാക്കുകയായിരുന്നു. കൊലപാതകത്തിൽ ജോബിക്ക് പുറമെ ആരുടെയെങ്കിലും പങ്കുണ്ടോ എന്നതടക്കമാണ് ഇനി പോലീസ് അന്വേഷിക്കുക. 2 കുട്ടികളുടെ അമ്മയായ ആസ്മിനയും ജോബിയും അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസ് അറിയിക്കുന്നത്. കൈയിലും തലയിലും ശരീരത്തിലും ക്ഷതവും ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തുമ്പോൾ. പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങൾ മുറിക്കുള്ളിലുണ്ട്. ജോബി 5 ദിവസം മുൻപാണ് ലോഡ്ജിൽ ജോലിക്കായി എത്തിയത്. ആസ്മിനെ ഭാര്യയെന്ന് പരിചയപ്പെടുത്തിയാണ് ചൊവ്വാഴ്ച മുറിയെടുത്തുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവന്നത്. രാത്രി 1:30 മുറിയിലേക്ക് പോയ ജോബിയെ പിന്നീട് കാണാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ജീവനക്കാർ അന്വേഷിച്ചത്. പക്ഷേ മുറി തുറക്കാനാകാത്തതോടെ പിന്നീട് പോലീസിനെ വിവരമറിയിച്ച് പോലീസ് എത്തി വാതിൽ തുറന്നപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്.